ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയുടേതാണ്. അപ്പോൾ ഒരുപാട് സമയം ഇതിൻ്റെ പിന്നാലെ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ പോള തന്നെ മതിയാവും. കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് കഴിക്കാനും ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പോള തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും 2 പച്ചമുളകും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് 2 അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇനി നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ മിക്സിൽ പച്ചമുളക് ചേർത്തത് കാരണം സവാളയിൽ പച്ചമുളക് വേറെ എക്സ്ട്രാ ചേർത്തിട്ട് വഴറ്റിയെടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വഴറ്റിയെടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറി കിട്ടിയിട്ട് തേങ്ങ ചേർത്ത് കൊടുത്താലും മതിയാവും. അങ്ങനെയാണ് ഒന്നും കൂടെ ബെറ്റർ. ഈ ഒരു മസാലകളൊക്കെ ചേർത്തിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നും കൂടെ നല്ലത്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആ ഒരു മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വഴറ്റിയെടുക്കാം. മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 1 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ് കൂടി പോവരുത്, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ 1 കപ്പ് മൈദ, ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും, സൈഡിലേക്കും താഴ്ഭാഗത്തും എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്ററിൻ്റെ പകുതി മാത്രം ഇതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് വരണം. ഒരു 3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഈ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഇട്ട് കൊടുക്കാം. കൂട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡായിട്ട് കിട്ടണം. ഒരുപാട് അങ്ങോട്ട് സൈഡ് ഭാഗത്തേക്ക് ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്, എന്നാലും സൈഡ് ഭാഗത്തും കുറച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കൂട്ട് കുറച്ച് കട്ടിക്ക് തന്നെ വേണട്ടെ, എന്നാൽ മാത്രമേ ഈ ഒരു പോള നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു മാവിൻ്റെ പച്ചച്ചൊവ വരും. മാവ് മാത്രമാകുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കൂട്ടും കൂടെ അത്യാവശ്യം വരണം. അപ്പോൾ ഈ കൂട്ടിട്ട് എല്ലാ ഭാഗവും സെറ്റാക്കിയതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് ബാക്കി പകുതി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒരുപാട് കട്ടിക്ക് വേണ്ട കേട്ടോ, ചെറിയൊരു കട്ടിക്ക് മതി. ഒരുപാട് കട്ടിക്കാവുമ്പോൾ അത്ര അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു ലെയറായിട്ടാണ് വേണ്ടത്. എന്നാൽ എല്ലാ മുകൾ ഭാഗമൊക്കെ ഒന്ന് കവറായിട്ട് കിട്ടുകയും വേണം. ഇനി മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെക്കറേഷന് വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ ഇതൊരു നിർബന്ധം. ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അടി പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പഴയ പാനോ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയും ചെയ്യാം.
അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുപോലെയാണുള്ളത്. മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ മുകൾ ഭാഗം വൈറ്റ് കളറിൽ തന്നെയാണ് ഉണ്ടാവുക, പക്ഷേ മാവൊക്കെ നല്ല സെറ്റായിട്ടുണ്ടാവും. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. പിന്നെ സെൻറ്ററിൽ വേണമെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയും ചെയ്യാം. മാവൊന്നും പറ്റി പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളറ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക്, കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മുകൾ ഭാഗവും ഒന്ന് കളറൊക്കെ മാറി നല്ല സെറ്റായിട്ടുണ്ടാവും. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ചെറുതായിട്ട് സ്ക്വയറാക്കി കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോള തന്നെയാണ്. ഇപ്പോൾ മാവ് ഒരുപാട് കട്ടിക്ക് വേണ്ട, അത്യാവശ്യം കൂട്ടുണ്ടായിട്ട് മാവ് ചെറിയൊരു കട്ടിക്കായിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലെ ഫില്ലിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള സമൂസക്കൂട്ട് ആ ഒരു രീതിയിലും ഇതിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ സാൻഡ്വിച്ചിൻ്റെ ഷവർമ്മൻ്റെ ഒക്കെ കൂട്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.